ഞങ്ങൾ പൂജാതി മന്ത്രത്തിലേക്ക് കടക്കുമ്പോഴാണ് പിന്നെ ഇങ്ങനെ എന്നെ ഇങ്ങനെ തൊടുന്ന പോലെ, അങ്ങോട്ട് തിരിയുമ്പോൾ അവിടെ ആരോ നിഴലുള്ള പോലെ, അതുപോലെ തന്നെ തിരിഞ്ഞു നിൽക്കുമ്പോൾ മുന്നിൽ ഒക്കെ ഒരു ഒരു അത്ഭുതം എന്ന് പറയാം. അത്ഭുതം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രഹസനമല്ല. ഒരു ഭക്തജനങ്ങളെ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആളുകളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുന്ന ഒരു വാക്കായിട്ട് പരസ്യവാചകമൊക്കെ അത്രയ്ക്ക് തേജസ്സുള്ള ഒരു ദേവി. അതുപോലെ തന്നെ ആ ഒരു ദേവിയുടെ ചൈതന്യം ഇപ്പം ഞങ്ങളിപ്പോൾ വൈകുന്നേരത്തെ നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പേ എന്ന് വെച്ചാൽ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പേ കരുനാഗപ്പള്ളിയിലുള്ള പനയനാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഞാനൊരു 5 ദിവസത്തെ മുട്ടിശാന്തിക്ക് പോയ ഒരു കഥയാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് ശ്രീകോവിലിൻ്റെ അകത്ത് വളരെയധികം അത്ഭുതമുള്ള ഒരു കഥയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അനുഭവ കഥ. ദൈവമുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്, പ്രത്യേകിച്ച് മതം പഠിക്കാത്ത ഹിന്ദുക്കൾക്ക്. കാരണം നിരീശ്വരവാദം, യുക്തിവാദമൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഹിന്ദുക്കളിൽ ഏറ്റവും കൂടുതലുള്ള ആളുകൾ. അവർക്കാണ് മതബോധവും അല്ലെങ്കിൽ ഈശ്വര ചിന്തയോ ഒന്നും തന്നെ ഇല്ലാത്തത്. എൻ്റെ അനുഭവം പനയനാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു സന്ധ്യ നേരത്ത്, വൈകുന്നേരത്തെ ദീപാരാധന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. മുട്ടിശാന്തിയാണ്, 5 ദിവസത്തേക്കാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ കീഴ്ശാന്തിയായിട്ട് കോട്ടയത്തുള്ള തെക്കുംകൂർ പാലസിലെ വിനോജ് ആർ വർമ്മ എന്ന ഒരു ആളും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ സ്നേഹിതനാണ്. പൂജാതി കർമ്മങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം അറിയുന്ന ഒരു നല്ലൊരു സാത്വികനായ ഒരു വ്യക്തിയാണ് വിനോജ് വർമ്മ. അപ്പോൾ ഞാൻ നമ്പൂതിരിപ്പാട് അല്ലെങ്കിൽ അരിഞ്ചേരി കൊരഞ്ഞൂർ ഇല്ലത്തെ വിഷ്ണു നമ്പൂതിരിപ്പാടിൻ്റെ ചെറുമകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്നെ മേൽശാന്തിയാക്കിയത്. എന്തായാലും എന്നെക്കാളും വെടുപ്പായിട്ട് പൂജയൊക്കെ ചെയ്യുന്ന ആളാണ് വിനോജ് ആർ വർമ്മ. അപ്പോൾ ഇദ്ദേഹത്തിനെയും കൂട്ടിയാണ് ഞാൻ ശ്രീകോവിലിനകത്ത് കയറിയത്. അത്ഭുതം എന്ന് പറയാം. അത്ഭുതം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രഹസനമല്ല. ഒരു ഭക്തജനങ്ങളെ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആളുകളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുന്ന ഒരു വാക്കായിട്ട് പരസ്യവാചകമൊന്നുമല്ല. എനിക്ക് അത്രയ്ക്ക് തേജസ്സുള്ള ഒരു ദേവി. അതുപോലെ തന്നെ ആ ഒരു ദേവിയുടെ ചൈതന്യം ഇപ്പം ഞങ്ങളിപ്പോൾ വൈകുന്നേരത്തെ മാലകളും അതുപോലെ എല്ലാം മാറ്റി പുതിയ മാലയൊക്കെ ചാർത്തി, അതുപോലെ ഉടയാഭരണങ്ങളൊക്കെ ചേർത്തി കുളിപ്പിച്ചതിന് ശേഷം അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ പൂജാതി മന്ത്രത്തിലേക്ക് കടക്കുമ്പോഴാണ് പിന്നെ ഇങ്ങനെ എന്നെ ഇങ്ങനെ തൊടുന്ന പോലെ, അങ്ങോട്ട് തിരിയുമ്പോൾ അവിടെ ആരോ നിഴലുള്ള പോലെ, അതുപോലെ തന്നെ തിരിഞ്ഞു നിൽക്കുമ്പോൾ മുന്നിൽ ഒക്കെ ഒരു അനുഭൂതിയുള്ള, ഭയാനകമല്ല, പേടിപ്പിക്കുന്നതല്ല, അനുഭൂതിയുള്ള ഒരു തരംഗമായിരുന്നു, ഒരു ഫീലിംഗ്. അതായിരുന്നു എനിക്ക് ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എനിക്ക് തോന്നിയ ആ ഒരു അത്ഭുതം. അത് മാന്ത്രിക താന്ത്രിക വിദ്യകളും അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങളെല്ലാം യഥാവിധിയെല്ലാം ഞാൻ എന്നാൽ ആവുന്ന പോലെ അല്പജ്ഞാനത്തിലുള്ള എൻ്റെ പൂജയും കാര്യങ്ങളൊക്കെയാണ്. മുട്ടിശാന്തിക്ക് പോകുന്ന ആളായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും മന്ത്രം പൂജയൊന്നും എനിക്കറിയില്ല. എങ്കിലും എൻ്റെ അറിയുന്ന രീതിയിലൊക്കെ ഞാൻ ദേവിയെ പ്രസാദിപ്പിക്കാൻ അല്ലെങ്കിൽ ദേവിയെ ഉപാസിച്ച് പൂജിച്ച് എൻ്റെ ജോലി എങ്ങനെ തീർക്കും. രാവിലെ വരും, നട തുറക്കും, വൈകുന്നേരം വീണ്ടും നട തുറന്ന് പൂജയും കാര്യങ്ങളൊക്കെ കഴിക്കും. ഭക്തജന തിരക്കാണ്. പനയനാർക്കാവിലമ്മ എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങളുടെ ഒരു നീണ്ട നിരയാണ്. അപ്പോൾ അവർക്കൊക്കെ തന്നെ നമ്മൾക്ക് പ്രസാദം കൊടുക്കാനും അല്ലെങ്കിൽ അവർക്ക് തീർത്ഥം തെളിച്ച് എല്ലാം ക്ഷേത്രത്തിനകത്തുള്ള അവർ ഗണപതി ഭഗവാന്റെ അടുത്തേക്കാവട്ടെ, ഇങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ആ അനുഭവം. ഒരു പക്ഷേ 63 ക്ഷേത്രങ്ങളിൽ ഞാൻ പൂജ ചെയ്തിട്ടുണ്ട്. ഈ 63 ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ എനിക്ക്
അനുഭൂതി എന്ന് പറയുന്നത് 2 ക്ഷേത്രമാണ്. ഒന്ന് സാക്ഷാൽ വൈകുണ്ഠനാഥനായ ഗുരുവായൂർ അമ്പലത്തിലെ ഭഗവാന്റെ ഉള്ളിലാണ് ശ്രീകോവിൽ. രണ്ടാമത്തെ എനിക്ക് ഉള്ള അനുഭവം ഈ പനയനാർക്കാവിലെ അമ്മയുടെയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഇല്ലത്തുനിന്ന് ആവാഹിച്ചു കൊണ്ടുവന്ന ദുർഗാ ഭഗവതിയുണ്ട് എൻ്റെ ഇല്ലത്ത്. ഇവിടെ നിലമ്പൂർ കോവിലകത്തുമൂടി പുതുവാദ്യാർ മഠം കൊട്ടാരം എന്നാണ് പറയുക. അപ്പോൾ വീട്ടിൽ ഉള്ള ആ കുടുംബക്ഷേത്രമാണ് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം. ആ ക്ഷേത്രം ഇതിൽ പൂജ ചെയ്യുന്നത് ശ്രീ ബദ്രിനാഥ് നമ്പൂതിരിയാണ്. അപ്പോൾ ഞാൻ വല്ലപ്പോഴേക്കേ പോകാറുള്ളൂ അങ്ങോട്ട്. അപ്പോൾ ആ തിരുമേനി പറയുക ആ ചില കാര്യങ്ങളും ഞാൻ അനുഭവിച്ചാൽ ഞാൻ പൂജ ചെയ്ത പനയനാർക്കാവിലമ്മയുടെ ആ തേജസ്സുള്ള ആ ഒരു രൂപത്തെയും അനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അത് ശരിക്കും അത്ഭുതം കൊണ്ടു. കാരണം ഞാൻ വന്ന സമയത്ത് അപ്പോൾ തിരുമേനി എന്നോട് പറയാറുണ്ട്, അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ പനയനാർക്കാവിലെ അമ്മ ചിലപ്പോൾ തിരുമേനിൻ്റെ കൂടെ വന്നതായിരിക്കാം എന്നൊക്കെ. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസവും അന്ധവിശ്വാസമൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് അങ്ങോട്ടൊന്നും ഞാൻ പോണില്ല കാര്യങ്ങൾ. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു പനയനാർക്കാവിലെ അമ്മയുടെ ആ ഒരു അനുഗ്രഹം എനിക്ക് അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള ഭക്തജനങ്ങൾക്കൊക്കെ ധാരാളം ഭക്തജനങ്ങൾക്ക് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവുക, അതുപോലെ തന്നെ നല്ല രോഗങ്ങളൊക്കെ പെട്ടെന്ന് ശമനം കിട്ടുക, അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവത്തിൽ വന്നിട്ട് വളരെയധികം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ പുരോഗതി കൈവരിക്കുക, ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങളാണ്. ഒരുപക്ഷെ അവിടുത്തെ പൂജയും കാര്യങ്ങളും വന്നതിന് ശേഷമാവും ഏറ്റവും കൂടുതൽ നരകതുല്യമായ ജീവിതം അനുഭവിച്ചു വന്ന എനിക്ക് തന്നെ ഇങ്ങനെയൊരു ജീവിതമെങ്കിലും എനിക്ക് കിട്ടിയത് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ ഒരു മടിയില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഇല്ലത്തെ ആ ദേവിയും പനയനാർക്കാവിലമ്മയും ഒക്കെ ഈ നിലമ്പൂർ കോവിലത്തുമുറി പുതുവാദ്യാർ മഠം കൊട്ടാരത്തിലെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ആരാധിക്കുന്ന പോലെയാണ് എനിക്ക് ഉണ്ടാകുന്ന ഫീലിംഗ്. എന്തായാലും ധാരാളം ആളുകൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഇരിങ്ങാലക്കുട കുടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ആ ക്ഷേത്രം ഇപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുക. പാവപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഏത് സമയം വരുന്ന ആളുകൾക്കൊക്കെ രാവും പകലും വൈകുന്നേരമൊന്നുമില്ലാതെ ക്ഷേത്രത്തിൽ അന്നദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയൊക്കെയാണ് ഈ ഒരു ക്ഷേത്രം പക്ഷേ കേരളത്തിലെ ആദ്യത്തെ ചാരിറ്റി ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏത് ആൾക്കാർക്കും ഏത് സമയത്തും നമ്മൾക്ക് വിശന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരും അമ്പലത്തിൽ പോയാലോ പള്ളിയിൽ പോയാലോ വീടുകളിലൊക്കെ പോയി കഥ കൂട്ടുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം സഹായമൊന്നും കിട്ടിക്കോളുന്നില്ല. എന്നാൽ ഇവിടെ മലപ്പുറം ജില്ലയിൽ നമ്മൾ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിലേക്ക് ഏത് സമയം വന്നാലും അവിടെ ആർക്കും എത്ര പേർക്കും അവിടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ച കാര്യം പറയാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുരോഗതി വളർന്നു കഴിഞ്ഞാൽ ജാതിയും രാഷ്ട്രീയമൊന്നും ഇല്ലാതെ ഹിന്ദുക്കളായ ആളുകളെ അവരെയൊക്കെ ഒന്നിപ്പിക്കുക, എല്ലാവരെയും ഒന്നിപ്പിക്കുക. അവരെ രാഷ്ട്രീയ ചിന്തകളും ജാതി ചിന്തയൊക്കെ പടിക്ക് പുറത്ത് എന്നുവെച്ചാൽ ക്ഷേത്രത്തിന് പുറത്ത് ഇവിടേക്ക് വരുമ്പോൾ ഒന്നും വേണ്ട, ഒരു ശരിയായ ഒരു ഭക്തനായിട്ട് വന്നാൽ മതി. അന്ധമായ മതഭ്രാന്തോ അല്ലെങ്കിൽ ഒന്നും വേണ്ട. അതുപോലെ ഇതൊരു പ്രത്യേകം എന്താ വെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിലമ്പൂർ കോലത്തുമുറിയുള്ള നമ്മുടെ ഈ ഒരു നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇതര മതസ്ഥർക്കും ഏത് സമയം വരാമെന്നുള്ളതാണ്. അവർക്കും ഇപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ ആവട്ടെ അല്ലെങ്കിൽ ആര് വന്നാലും വിശന്ന് വരുന്ന ആളുകൾക്ക് അവിടെ മതമോ ജാതിയോ രാഷ്ട്രീയമൊന്നുമില്ല. അണ്ണാറക്കണ്ണൻ തന്നാലായത് നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിലൂടെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെയൊക്കെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. നിലമ്പൂർ നമ്മുടെ സ്നേഹാലയം ഗ്രൂപ്പ് അല്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾക്ക് സഹായങ്ങൾ സുമനസ്സുകളായ സ്നേഹനിധികളായ ആളുകൾ ഇപ്പോൾ നമ്മുടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് സഹായങ്ങളൊക്കെ തരുന്നുണ്ട്. ഗൂഗിൾ പേ നമ്പർ 9895357069 എന്ന ഗൂഗിൾ പേയിലും തന്നെ നമ്മൾക്ക് സഹായങ്ങളൊക്കെ എത്തിച്ച് തന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവരം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ചില വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് ആളുകൾ എന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിലെ ആളുകളാണ്. ഈ ഗ്രാമത്തിലെ ആളുകൾ പേരും സ്ഥലമൊന്നും പറയരുതേ, അടുത്ത ചാനലിലോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലൊന്നും പറയരുത് കേട്ടോ ദയവ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്നോട് വന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 19 പേര് കുടുംബത്തിലെ 7 പേരും അതുപോലെ ബാക്കിയുള്ള കുറച്ച് സ്നേഹിതന്മാരായ ആളുകളൊക്കെ
അന്ധമായ രാഷ്ട്രീയ ചിന്താഗതിയായിരുന്നു അത്ര. അവരുടെ തലമുറ അച്ഛൻ്റെ അമ്മയും അച്ഛനും ഒക്കെ തന്നെ രാഷ്ട്രീയത്തിൽ ആ ഒരു പ്രത്യേക രീതിയിൽ നിരീശ്വരവാദം എന്ന് വേണമെങ്കിൽ പറയാം. ഭക്തിയില്ല, ബഹുമാനമില്ല, വൃത്തിയില്ല, ഒന്നുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ജോലി ചെയ്യുക, ബീവറേജ് പോവുക, ക്യൂ നിൽക്കുക. അങ്ങനെയാണ് എൻ്റെ ഈ വിഡ്ഢിത്തങ്ങൾ. ഓരോ പൊട്ടത്തരം ഞാൻ ഈ പറയുന്ന ഓരോ വീഡിയോ കണ്ടിട്ട് അതിലൊരു വീഡിയോ ആ ഒരു വിദ്വാന് വളരെയധികം മനസ്സിനെ സ്പർശിച്ചു അത്രേ. എന്തായാലും ഇവിടെ വന്നു. നമ്മുടെ ജ്യോതിപ്പടി, നിലമ്പൂർ ജ്യോതിപ്പടി LIC ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഗാലക്സി അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു പുനരുദ്ധാരണ കമ്മിറ്റി ഓഫീസിലേക്ക്, ക്ഷേത്രത്തിൻ്റെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, ഞാനും അങ്ങയുടെ കൂടെ കൂടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ രാഷ്ട്രീയമൊക്കെ, അപ്പോൾ രാഷ്ട്രീയം വളരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ CPMൻ്റെ എന്തോ വലിയൊരു സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്ന ആളാണത്രേ. അപ്പോൾ ഞാൻ പറഞ്ഞു, രാഷ്ട്രീയമൊക്കെ നല്ലതാണ്, ഏത് രാഷ്ട്രീയവും അതിൻ്റേതായ പവിത്രതയുണ്ട്, അതിൻ്റെ മഹത്വമുണ്ട്. അപ്പോൾ ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, ആ രാഷ്ട്രീയം മാറണമെന്നോ അല്ലെങ്കിൽ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരിത്തിരി മനുഷ്യനായാൽ, പ്രത്യേകിച്ച് ഹിന്ദുക്കളായാൽ ഒരു കൂട്ടായ്മ ആഗ്രഹിക്കണം. അതുമാത്രമല്ല, ഈ കൂട്ടായ്മയ്ക്ക് പുറമേ ഒരു മതപഠനം, നമ്മുടെ കുട്ടികൾക്കൊക്കെ മതം പഠിപ്പിക്കാനുള്ള ഒരു സൗകര്യം നമ്മുടെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിലേക്ക് ചെയ്യണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും നമ്മുടെ സ്വാമി ചിദാനന്ദപുരി അവരുകളെ പോലെയുള്ള മഹാജ്ഞാനികളെയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് ഓരോ പ്രാവശ്യം ഓരോരോ ആളുകളെ നമുക്ക് നല്ല നല്ല യോഗീശ്വരന്മാരെ കൊണ്ടുവന്ന് സത്സംഗങ്ങളൊക്കെ നടത്തുക. ഇങ്ങനെയൊക്കെയാണ് ഈ ക്ഷേത്രം കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പനനാർക്കാവിലെ അമ്മയുടെ അടുത്തേക്ക് ഇപ്പോൾ ഞങ്ങൾ 2 മാസം മുമ്പ് പോയിട്ട് ഞാൻ കുടുംബസമേതം പോയി അവിടെ ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചു വരാൻ സാധിച്ചു. അപ്പോൾ മുമ്പ് ഞാൻ ക്ഷേത്രത്തിൽ ശാന്തി ചെയ്ത ക്ഷേത്രമാണ്. അപ്പോൾ എന്തായാലും ആ അമ്മയാണോ നമ്മുടെ വീട്ടിലുള്ള കുടുംബക്ഷേത്രത്തിലുള്ള ദുർഗാഭഗവതി എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ, അപ്പോൾ അതിനനുസരിച്ച് ദേവി അമ്മ എനിക്ക് അതിന് മാർഗം കാണിച്ചു തന്നു. അപ്പോൾ ദൈവികമായ ചിന്തകൾ എല്ലാ മനുഷ്യനും അനിവാര്യമാണ്. അപ്പോൾ ആപത്ത് വന്നതിന് ശേഷം നമ്മുടെ മക്കൾക്ക്, അമ്മയ്ക്ക്, അച്ഛനെ, നമുക്ക് എല്ലാവർക്കും ദുരിതങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ വന്നതിന് ശേഷം ദൈവമേ, കൃഷ്ണ, ഗുരുവായൂരപ്പ, ദേവി, മഹാമായേ, അമ്മേ, നാരായണ എന്നൊക്കെ പറയുന്നതിന് പകരം നേരത്തെ കാലത്ത് എല്ലാവർക്കും ഒത്തിരി അന്ധമായൊന്നും വേണ്ട. ഇപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ അന്ധമായ ഭക്തിയിൽ ആറാടുന്ന കുറേ ആളുകൾ എനിക്കറിയാം. മനോവിഭ്രാന്തി സംഭവിച്ച് നടക്കുന്ന ആളുകളാണ്. മതം, ദൈവം എന്ന് പറയുന്ന കുറേ വിഡ്ഢികളുണ്ട്. അതെല്ലാ മതത്തിലുമുണ്ട്. പക്ഷേ അതിലുപരി നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് ഒരു ഇടനിലക്കാരില്ലാതെ, എന്നുവെച്ചാൽ മീഡിയേറ്ററൊന്നും ഇല്ലാതെ ഭഗവാനോട് മാത്രം സംവദിക്കുന്ന രീതിയിൽ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുമെന്ന് ഉറപ്പ് വരുന്ന ചില വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഓരോ ഹിന്ദുവിനും അനിവാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഓരോരുത്തരും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം ഉണ്ടാക്കണം. നമ്മളൊരു അരമണിക്കൂർ നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് അത്യുത്തമമാണ്. നമ്മൾ ആ പുസ്തകം മലയാളത്തിൽ കിട്ടും, എല്ലാ ബുക്ക് സ്റ്റാളുകളിലും, ഭക്തി പുസ്തക സ്റ്റാളുകളിലൊക്കെ കിട്ടും. വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. അതുപോലെ വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞിട്ടോ രാത്രിയിലോ അല്ലെങ്കിൽ സന്ധ്യ നേരത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ലളിത സഹസ്രനാമം ചൊല്ലുക. ഈ രണ്ടും സത്യത്തിൽ ഞാൻ ആദ്യമൊന്നും ചൊല്ലിയിരുന്നില്ല. അപ്പോൾ നമ്മുടെ സ്നേഹാലയത്തിൽ ഒരു ഗ്രൂപ്പിൽ അമ്മ ഉണ്ട്, ടീച്ചറമ്മ. അപ്പോൾ ഈ രാജമ്മ ടീച്ചർന്ന്, അപ്പോൾ രാജമ്മ ടീച്ചർ അമ്മ എന്നോട് എപ്പോഴും പറയും, തിരുമേനിയായിട്ട് പോലും ഒന്നും അറിയില്ല എന്ന് അമ്മയ്ക്കറിയാം. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അന്ധമായിട്ടൊരു ഭക്തിയും ബഹുമാനം വിശ്വാസം ഒന്നും ഇല്ലാതെ നടക്കുന്ന ഞാൻ കുറച്ച് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ട് കിടക്കുക എന്നല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, തിരുമേനിയെ പഠിപ്പിച്ചു തരാൻ മാത്രമൊന്നും ഞാൻ ആളല്ല. പക്ഷേ രാവിലെ വിഷ്ണു സഹസ്രനാമം, അതുപോലെ വൈകിട്ട് ലളിത സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റങ്ങൾ തിരുമേനി ഒന്ന് മനസ്സിലാക്കൂ. എന്തായാലും ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് വരും. അതിനുശേഷം ആ അമ്മ, ടീച്ചറമ്മ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ അത് 2 നേരവും ഞാൻ ഒരിത്തിരി സമയം ഞാൻ അതിനു വേണ്ടി, ഇപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ശരി, അല്ല ഇവിടെ തന്നെ പൂജാമുറിയിലാണെങ്കിൽ ശരി, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണമെങ്കിലും ഞാനത് പുസ്തകം കയ്യിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ പഠിച്ച് പിന്നെ പുസ്തകം ഇല്ലാതെ എനിക്ക് കാണാപ്പാഠമായിട്ട് ചൊല്ലാൻ വരെ ഞാനിപ്പോൾ അതിസാഹസികമായിട്ട് ഞാനതൊക്കെ പഠിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഓരോരുത്തരും ഹിന്ദു വംശത്തിൽ ജനിച്ച ആളുകൾ അവിടെ നിരീശ്വരവാദികളാണ്, അല്ലെങ്കിൽ ദൈവമില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, തൂണിലും തുരുമ്പിലും ഒക്കെ എന്ത് ദൈവമുള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹിന്ദുക്കൾ തന്നെ മലർന്ന് കിടന്ന് തുപ്പും. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ മേലേക്ക് തന്നെ ആ തുപ്പൽ വന്നിട്ട് വീഴൂലേ? അതേപോലെയാണ് ഹിന്ദുവിൻ്റെ ശാപമാണ് കുറേ ഹിന്ദുക്കൾ. കുറേ വലിയ വലിയ എഴുത്തുകാരൊക്കെ കാണാം, ചിലക്കിടയ്ക്ക് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ഇങ്ങനെ കാണാം, ഓരോ യൂട്യൂബിലൊക്കെ. അപ്പോൾ അവരൊക്കെ ആരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവമില്ല, എല്ലാം അന്ധവിശ്വാസമാണ്, കല്ലും കട്ടയും മണ്ണൊക്കെ അതെല്ലാം
വെറുതെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ്? ആരൊക്കെയോ ഇതര മതത്തിലെന്ന് വേണമെങ്കിൽ പറയാം, മറ്റേ തീവ്രവാദികളായ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അന്ധമായ രാഷ്ട്രീയ ഭ്രാന്തന്മാർക്ക് കീഴ്പ്പെട്ടിട്ട് അവരെ കാല് പിടിച്ച് നടക്കുന്ന ആളുകളായിരിക്കാം പല സാഹിത്യകാരന്മാരുണ്ട്. അപ്പോൾ അതിൽ പറയാതിരിക്കാൻ വയ്യ, സി രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ, ഇങ്ങനെ പല ആളുകളുണ്ട്. പണ്ടൊക്കെ അറിയാലോ, സാഹിത്യകാരന്മാരായ MT വാസുദേവനായരാവട്ടെ, OV വിജയൻ സാറാവട്ടെ, അല്ലെങ്കിൽ തന്നെ കോവിലനാവട്ടെ, ഉണ്ണികൃഷ്ണൻ പുതൂരാവട്ടെ, അതുപോലെ തന്നെ ഇവരൊക്കെ തന്നെ, അല്ലെങ്കിൽ ONV കുറുപ്പ്, സാക്ഷാൽ ONV കുറുപ്പ് സാറാവട്ടെ, ഇവരൊക്കെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ മുഖം തിരിച്ചിരുന്ന ഒരു ആളുകളാണ്. പക്ഷേ അന്ത്യകാലത്ത് അവസാന ഘട്ടത്തിൽ അന്ത്യം ശരണം എന്ന രീതിയിൽ ശ്രീ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ പ്രാപിക്കാൻ, അല്ലെങ്കിൽ വിഷ്ണുപാദം പൂകിയവരാണ് സത്യത്തിൽ ഈ സാഹിത്യകാരന്മാരെല്ലാവരും. അന്ന് അവർക്ക് ഈ യൗവനം യുക്തമായ സമയത്ത് നമ്മൾക്ക് എന്തൊക്കെയോ ആണ് നമ്മളെന്നുള്ള ബോധം. പിന്നെയാണ് നമ്മൾക്ക് തോന്നുക, അവസാന സമയത്താണ് ഭഗവാന്റെ അയ്യപ്പ അയ്യപ്പ സ്വാമി ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് ശബരിമലയ്ക്ക് മാല കയറുന്നു, മല ചവിട്ടുന്നു, അതുപോലെ തന്നെ മാലയിടുന്നു, അതുപോലെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകുന്നു, അതുപോലെ തന്നെ നമ്മൾ തിരുപ്പതി വെങ്കടാചലപതി ഭഗവാനെ കാണാൻ പോകുന്നു, അതുപോലെ തന്നെ പഴനി മല കയറുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പുണ്യപുരാതനമായ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടെ ഇരുന്ന് അങ്ങനെ സാഷ്ടാംഗം നമസ്കരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ അറിവില്ലായ്മയാണ് സത്യത്തിൽ ഭക്തി എന്ന് പറയുന്നതും ദൈവം എന്ന് പറയുന്നതും മനുഷ്യൻ്റെ മനസ്സിനെ ശാന്തമാക്കാനാണ്, നമ്മൾക്ക് സമാധാനവും ശാന്തിയും കിട്ടാനാണ് ഈശ്വര ചിന്ത, അതുപോലെ ആരാധനാലയം. അല്ലാതെ അവിടെ ഒന്നും തന്നെ ഭഗവാൻ അവിടെ കാത്തിരിക്കുകയൊന്നുമില്ല. നമുക്ക് വെറ്റിലപ്പാക്കുമായിട്ട് നമ്മളെ കാത്തിരിക്കുകയെ, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി വന്ന ഉടനെ അനുഗ്രഹം തരാൻ വേണ്ടിയിട്ട് സുദർശനാഗ്രഹം പിടിച്ചിരിക്കുക ഒന്നുമല്ല. ഏത് ദൈവത്തെയാണ്, ഏത് മതസ്ഥനാണ് കണ്ടിട്ടുള്ളത്? ഒന്ന് പറഞ്ഞു നോക്കൂ. ഇപ്പം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും മുഹമ്മദിയർ? ഇല്ല. ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ പറയട്ടെ. അതുപോലെ തന്നെ യേശുവിനെ കണ്ട ഏതെങ്കിലും ക്രിസ്ത്യാനികളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മളെ ഹിന്ദുക്കളായ ആളുകളിൽ ഇപ്പോൾ ഈ ഭാരത ഭൂമിയെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാതിരിക്കാൻ വയ്യ. കാരണം ഇതൊരു ഭാരത ഭൂമി എന്ന് പറഞ്ഞാൽ പുണ്യഭൂമിയാണ്. ഇത് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാവട്ടെ, ശ്രീരാമചന്ദ്രനാവട്ടെ, അങ്ങനെ ഒട്ടനവധി. അതുപോലെ നമ്മുടെ സ്വാമി വിവേകാനന്ദ സ്വാമി ആവട്ടെ, ആദി ശങ്കരാചാര്യരാവട്ടെ, ഇവരുടെയൊക്കെ കഥകളും കാര്യങ്ങളും എടുത്തു പറഞ്ഞാൽ ഇതെല്ലാം ഇവിടെ ജനിച്ച് മരണപ്പെട്ട, അതുപോലെ തന്നെ കലിയുഗത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെയൊക്കെ നാശങ്ങൾ മുൻകൂട്ടി പ്രവചിച്ച പോലെ എല്ലാം നടക്കുന്നു. അതുപോലെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളും കഥകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ടും വലിയ വലിയ മഹാജ്ഞാനികളായ ചില സാഹിത്യകാരന്മാരൊക്കെ അതിനെ ഗണ്ണിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഒന്നുമില്ല. എന്നിട്ടോ ഇതര മതസ്ഥരെ ദൈവങ്ങളെ കൂട്ടുപിടിച്ച് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന കുറേ ചന്ദനക്കുരിയൊക്കെ തൊട്ടിങ്ങനെ നടക്കുന്ന കുറേ ആളുകളുണ്ട്. മനസ്സിലുണ്ടോ? അവൻ എന്തിനാണ് ആ ചന്ദനക്കുരി തൊട്ടതെന്ന് പോലും അവനറിയില്ല. അപ്പോൾ എന്നാലോ എഴുത്തുകാരാണ്, മഹാപണ്ഡിതൻ, അവരുടെ ജ്ഞാനപീഠം അല്ലെങ്കിൽ അതുപോലെ തന്നെ പത്മശ്രീയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ധാരാളം എഴുത്തുകാരൊക്കെ ഉണ്ട്. എന്നിട്ടോ സ്വന്തം ദൈവത്തെ ഭഗവാനെ കുറിച്ച് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുക. അപ്പോൾ അത് കണ്ടിട്ട് മറ്റുള്ള ആളുകൾ നമ്മൾ ജാതിയും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായ ഹിന്ദുക്കൾ ഒന്നിക്കരുത് എന്ന് ശഠിക്കുന്ന കുറേ തീവ്രവാദികളുണ്ട് നമുക്ക് ചുറ്റും, ഇല്ലേ? നമ്മുടെ ഹിന്ദുക്കളിലുണ്ട്, അതുപോലെ എല്ലാ മതസ്ഥരും ഉണ്ട്. അപ്പോൾ ഹിന്ദുക്കൾ ഒരു തരത്തിലും ഒന്നിക്കരുത്, അവർ ഒരു കാരണവശാലും ഒരുമിക്കാൻ പാടില്ല എന്ന് ശഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചുറ്റും. കാരണം അങ്ങനെ ശഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രാഷ്ട്രീയപരമായ രീതിയിൽ മുന്നേറ്റം ഉണ്ടാവും, അതുപോലെ മതപരമായ രീതിയിൽ, ഭക്തിപരമായ രീതിയിൽ, അതുപോലെ പല ഭാഗങ്ങളിലും ഭക്തന്മാരുടെ കൂട്ടായ്മ നടക്കും. വൈകുന്നേരങ്ങളായ കവലകളിലൊക്കെ തന്നെ സത്സംഗങ്ങളും നാമജപങ്ങളും അവിടെ ഇവിടെ എല്ലാം നമ്മളിപ്പോൾ നടക്കുന്നത് കണ്ടില്ലേ? അതേപോലെ ഹിന്ദുക്കളും തന്നെ ധാരാളം നടക്കും. അത് നടക്കാതിരിക്കാൻ വേണ്ടി പരമാവധി തമ്മിലടിപ്പിക്കാനും അവരെ തമ്മിൽ ഒരു തരത്തിലും അത് ചെയ്യരുത്, ഒരു കുറി തൊട്ടാൻ പാടില്ല, അത് വർഗീയതയാണ്, ഹിന്ദു എന്ന് പറയരുത്, അത് അതിലേറെ വർഗീയതയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ ആ ഒരു ചെകുത്താൻ്റെ വലയിൽ വീഴാതെ നോക്കാൻ എല്ലാ ഹൈന്ദവരും ശ്രമിക്കുക. എന്നിട്ട് ഈ മുസ്ലിംമാരെ പോലെ ക്രിസ്ത്യാനികളെ പോലെ അവരുടെയൊക്കെ കൂട്ടായ്മ കണ്ടില്ലേ? വെള്ളിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ എല്ലാവരും ഒത്തുവരും. ഇത്ര ലക്ഷങ്ങൾ ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ ശരി, അതെല്ലാം അവിടെ നിർത്തിയിട്ട് അവർ ഒത്തുകൂടുകയാണ്. എന്തിനാണ് ഒത്തുകൂടുന്നത്? അതാണ് മതമാണത്, അല്ലാതെ ദൈവത്തെ കാണാനല്ല, മതബോധമാണ്.
ഈ മതബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഹിന്ദുക്കൾ ഇന്ന് ഇരുട്ട് തപ്പി നടക്കുക. എവിടെയാണ് ദൈവം? ആരാണ് നമ്മുടെ രക്ഷകരെ? ഹിന്ദുവിൻ്റെ രക്ഷകരാരാണ്? ഹിന്ദു എന്ന് പറയുന്ന ഈ മതത്തിൽ എന്താണ് നമുക്ക് നിന്നാൽ ഗുണം? അതുകൊണ്ട് ഒരു ഗുണവും കാണുന്നില്ല. അതുകൊണ്ട് ഇതര മതസ്ഥർക്കാണ് മതം മാറാം എന്ന് പറയുന്ന കുറേ തെമ്മാടി കൂട്ടങ്ങളിലാണ് നമ്മുടെ ആളുകൾക്ക് അറിവില്ലായ്മയാണ്. ചെറുപ്പത്തിൽ മതബോധമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനിയുള്ള തലമുറയ്ക്ക് ക്ഷേത്രത്തിൻ്റെ കീഴിൽ എല്ലാ ഗ്രാമങ്ങളിലും വാർഡുകളിലും എല്ലാ ജില്ലകളിലും സംസ്ഥാനങ്ങളിലും നമ്മൾ മതപാഠശാലയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു കാലത്ത് ധനാഢ്യരായ രവിപിള്ളയെ പോലെയോ അല്ലെങ്കിൽ അംബാനിയെ പോലെയോ അദാനിയെ പോലെയോ അല്ലെങ്കിൽ ബാബ രാംദേവിനെ പോലെയുള്ളവരോ അല്ലെങ്കിൽ സാധാരണയുള്ള ഭാഗവത സപ്താഹ ആചാര്യന്മാരെ പോലെയോ അങ്ങനെയുള്ള പുറനാട്ടുകാരെ ശ്രീരാമകൃഷ്ണാശ്രമത്തിൻ്റെ ആളുകളോ ആരും ആയിക്കോട്ടെ, സമ്പത്ത് തന്ന് സഹായിക്കാൻ കെൽപ്പുള്ള തയ്യാറുള്ള ആളുകൾ ഇന്ന് അല്ലെങ്കിൽ നാളെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തെ തേടി വരും എന്ന വിശ്വാസത്തിലിങ്ങനെ കഴിയാണ് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും ഒരു പറ്റം ഭക്തജനങ്ങളും ഇവിടെ. പ്രിയമുള്ളവരെ, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. നിങ്ങൾ ഏത് മതസ്ഥരാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജാതിക്കാരനാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, ആ രാഷ്ട്രീയവും നിങ്ങളുടെ പാർട്ടിയാണ് ഏറ്റവും വലുത് എന്ന് നിങ്ങൾക്ക് തോന്നാം. അതും ആയിക്കോട്ടെ. നിങ്ങൾ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ഈശ്വരൻ എന്ന ചിന്തയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അളവുകോൽ അത്ര ചെറുതല്ല. ദൈവത്തെ അളക്കാൻ നിൽക്കരുത്. ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പരീക്ഷിക്കരുത്. ദൈവത്തിനെ കണ്ടു വന്നവനൊന്നും അല്ല ആരും. ഓരോരോ ഉൾപ്രേരണകളും ഓരോ തോന്നലുകളും അല്ലെങ്കിൽ ഓരോ വിശ്വാസങ്ങളും മാത്രമാണ് ഓരോ മനുഷ്യനും ഉള്ളത്. എന്നാൽ ഏത് മനുഷ്യനായാലും ഈശ്വര വിശ്വാസം അനിവാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈശ്വരവിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ യുക്തിവാദികളോ അല്ലെങ്കിൽ നിരീശ്വരവാദികളോ ആവട്ടെ, പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഇതുവരെ നിങ്ങൾക്ക് കിട്ടാത്തതിന് കാരണം നിങ്ങളുടെ കർമ്മഫലമാണ്, നിങ്ങളുടെ പൂർവികരായ ആളുകളുടെ ചെയ്തികളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അവിശ്വാസികളായി തുടരുന്നത്. അത് മാറ്റിയിട്ട് ഇന്ന് മുതൽ നിങ്ങൾ നാമജപം തുടങ്ങുക. അല്ലെങ്കിൽ ഇപ്പം മുസ്ലിം സമുദായത്തിലെ ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആരും പടച്ചവനെ വിളിക്കാത്തവരാരും ഉണ്ടാവരുത്. എല്ലാവരും വിശ്വാസവും നിസ്കാരവും എല്ലാം നടത്തണം. അതുപോലെ തന്നെ ഈ ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോവാത്തവരാരും ഉണ്ടാവരുത്. എല്ലാവരും, കാരണം ഈശ്വരൻ എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ഒരു ശാന്തിയാണ്, സമാധാനമാണ്. അത് മാത്രം നോക്കിയാൽ മതി. ഹിന്ദുക്കളോടായാണ് ഇനി എനിക്ക് പറയുന്നത്. പ്രിയമുള്ള ഹൈന്ദവരെ, ഹിന്ദു മത വിശ്വാസികളെ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയെന്നല്ല, നിങ്ങളുടെ പേരിൽ തന്നെ ഒരു ഹിന്ദുത്വമുണ്ട്. എല്ലാവരും ഹിന്ദു പേരുകൾ നാമധാരികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈശ്വര വിശ്വാസികളാവാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഈശ്വരനില്ല എന്നൊക്കെ നമുക്ക് തോന്നും. അത് പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ട് തോന്നുന്നതാണ്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ, ഒരു പ്രായം ആയിക്കഴിഞ്ഞാൽ ഈശ്വരനെ വിളിച്ചിരിക്കും. ശബരിമലയിൽ പോകാത്തവൻ പോയിരിക്കും. ഭഗവാനെ വിശ്വസിക്കാത്തവർ വിശ്വസിക്കും. അതാണ് കാലം തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ പരീക്ഷിക്കാതെ എല്ലാവരുടെ മനസ്സിലും സത്സംഗങ്ങളും സൽചിന്തകളും എല്ലാം ഉണ്ടാവട്ടെ. കുടുംബത്തിലെ നമ്മുടെ കുട്ടികളെ നിർബന്ധപൂർവ്വം എല്ലാ ശനിയാഴ്ചകളിലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ഷേത്രത്തിലേക്ക് പറഞ്ഞേക്കുക. അത് ശനിയാണ് ഹിന്ദുവിൻ്റെ ദിവസം, മറക്കരുത്. ശനിയാണ്, ഞായറും വെള്ളിയും തിങ്കളൊന്നുമല്ല. ശനിയാഴ്ചയാണ്. എല്ലാ ഭക്തജനങ്ങളും എല്ലാവരും നിങ്ങളുടെ രാഷ്ട്രീയം മാറ്റിവെക്കുക, നിങ്ങളുടെ അവിശ്വാസമൊക്കെ മാറ്റിവെക്കുക. നിർബന്ധമായി നമ്മുടെ പൊന്നോമനകളെ ചെറുപ്പത്തിൽ തന്നെ ഭഗവാന്റെ ചിന്തകളും കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല കുട്ടികളാക്കി മാറ്റുക. ഇല്ലെങ്കിൽ അവരൊക്കെ പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയം പറഞ്ഞ് അവർ ജീവിതം തൊലഞ്ഞു പോകും. അവരുടെ ജീവിതത്തിൽ എല്ലാ മതസ്ഥരും ഇതര മതസ്ഥരൊക്കെ ഭക്തി മാർഗം സ്വീകരിക്കുമ്പോൾ ഹിന്ദുക്കൾ രാഷ്ട്രീയ മാർഗമാണ് സ്വീകരിക്കുന്നത്. അത് വെട്ടാനും കുത്താനും കൊല്ലാനും കൊലപാതകയായി നമ്മുടെ കുട്ടികൾ ജയിലിൽ പോവുക എന്നല്ലാതെ അവരെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല രക്ഷിതാക്കൾക്ക്. അതുകൊണ്ട് ഈശ്വരനെ
ചിന്ത, ഈശ്വര ചിന്തയോട് കൂടിയിട്ട് കുട്ടികളെ വളർത്തണമെന്ന് മാത്രമാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിലമ്പൂർ പുതുവാദ്യാർമഠം കൊട്ടാരത്തിൻ്റെ അപേക്ഷയാണ്, നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെയും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഒക്കെ അപേക്ഷയായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കാല് പിടിച്ച് പറയുകയാണ്. ഓരോ ഹൈന്ദവനും ഒരുമിക്കുക. നിങ്ങളുടെ പരിസരത്ത് അമ്പലങ്ങളോ ഭജനമഠങ്ങളോ എന്തുണ്ടെങ്കിലും എല്ലാവരും ഒത്തുചേരുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒത്തുചേരുക. നിങ്ങളുടെ രാഷ്ട്രീയ ചിന്തകളൊക്കെ പടിക്ക് പുറത്ത് വയ്ക്കൂ. കാരണം വിപ്ലവം കൊണ്ട് ഒരിക്കലും നന്നായിട്ടില്ല, നശിച്ച ചരിത്രമേ ഉള്ളൂ. അപ്പോൾ രാഷ്ട്രീയം സ്വകാര്യതയാണ്, അത് അതിൻ്റെ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തിക്കോളൂ. പക്ഷേ ഹിന്ദുക്കൾ എല്ലാവരും ജാതിക്കും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും ഒത്തുകൂടണം. എല്ലാവരും ആഴ്ചയിൽ അവരവരുടെ തട്ടകത്തിലെ ക്ഷേത്രങ്ങൾ, അവിടെ എല്ലാവരും പോകണം, വിളക്ക് കത്തിക്കണം, ദീപസ്തംഭങ്ങളൊക്കെ കത്തിക്കുക, അതുപോലെ ചെറിയ വഴിപാടുകൾ ചെയ്യുക, അവിടുത്തെ ശാന്തിക്കാർക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കുക. അതുപോലെ ഒന്നുമില്ലെങ്കിലും നാരായണ 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 കൃഷ്ണ ഹരേ എന്ന് പറയുക. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് പറയുക. സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറയുക. അറിയുന്നത് ലളിതമായ രീതിയിൽ. അതുപോലെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ, രാവിലെ വിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും ആ പുസ്തകം വാങ്ങാൻ കിട്ടും, നിസ്സാര വിലയുള്ളൂ. നമുക്ക് ഭഗവാനെ കുറിച്ച് അത് പ്രകീർത്തിച്ച് ആ ഒരു പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാവും. ദാരിദ്ര്യത്തിന് മോചനം കിട്ടും, അതുപോലെ തന്നെ രോഗത്തിൽ നിന്നൊക്കെ കരകയറും, കഷ്ടപ്പാടും വിഷമങ്ങളൊക്കെ മാറും, മനസ്സിന് സമാധാനം കിട്ടും, ടെൻഷൻ ഉണ്ടാവില്ല. ശാന്തിയും സമാധാനമല്ലേ ഒരു മനുഷ്യന് അത്യാവശ്യം. അപ്പോൾ അത് നമ്മളും പഠിക്കുക. മുതിർന്നവരാദ്യം വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ വിളക്ക് എത്തിച്ച് ഒന്ന് ചൊല്ലൂ. അതുപോലെ വൈകുന്നേരത്തെ എല്ലാവരും ലളിതാ സഹസ്രനാമം ചൊല്ലൂ. അതിൻ്റെ മാറ്റം എന്തായാലും കാണും. എപ്പോഴും ഹാപ്പി ആയിരിക്കും, എപ്പോഴും സന്തോഷമായിരിക്കും, സമ്പൽ സമൃദ്ധിയായിരിക്കും. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അപ്പോൾ ആരും ഇന്നു മുതൽ ഈശ്വര ചിന്ത ഇല്ലാതിരിക്കരുത്. എല്ലാവർക്കും ഈശ്വര ചിന്ത ഉണ്ടാവണം. കാരണം അല്ലാത്തതൊക്കെ ആവേശമാണ്, വെറും ആവേശം. കാരണം ഈശ്വര ചിന്ത ഇല്ലാത്തവൻ ഒരിക്കലും അവൻ്റെ കുടുംബവും അവനും രക്ഷപ്പെട്ട ചരിത്രമില്ല. നമുക്ക് തോന്നും, നമുക്ക് കാറുണ്ടല്ലോ, ബംഗ്ലാവുണ്ടല്ലോ, എസ്റ്റേറ്റ് ഉണ്ടല്ലോ, നമുക്ക് പണമുണ്ടല്ലോ. ഇല്ല, വീണു പോകും. വീണ് കഴിഞ്ഞാൽ അന്ത്യം ശരണം സാക്ഷാൽ ഭഗവാനേ ഉണ്ടാവുള്ളൂ. നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം എന്ന് നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ വിളിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ പരീക്ഷിക്കരുത്. നമ്മൾ ഭഗവാനെ പരീക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിനീതമായ നമസ്കാരം.